കാഞ്ഞങ്ങാട് KSRTC ബസ് ഡ്രൈവർക്ക് നേരെ ക്രൂരമർദ്ദനം. കാഞ്ഞങ്ങാട് ഡിപ്പോയിലെ ഡ്രൈവർ പീറ്ററിനെയാണ് സ്വകാര്യ ബസ് ഉടമ അഭിനാഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ക്രൂരമായി മർദ്ദിച്ചത്. ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ പീറ്ററെ അവിടെ വെച്ചും ആക്രമിച്ചതായി പരാതിയുണ്ട്. സ്വകാര്യ ബസ് ഉടമ അഭിനാഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മർദ്ദിച്ചതെന്ന് പീറ്റർ പറഞ്ഞു. ഞങ്ങള് സ്റ്റാൻഡിൽ വെച്ചിരിക്കുകയായിരുന്നു, കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ. അവിടുന്ന് ഒരു പ്രൈവറ്റ് ബസ്സുകാരൻ വന്നിട്ട് നിങ്ങൾ എപ്പോഴാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു 7:40 7:35 ഞങ്ങളൊരു ബസ്സുണ്ട്, ഞങ്ങൾ പോകാൻ തുടങ്ങുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് ബാക്കാക്കി തരാം, നിങ്ങൾ വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ബസ് ഓടാൻ തുടങ്ങിയിട്ടില്ല, ഓടാൻ തുടങ്ങുമ്പോൾ അല്ലേ അന്നേരം തുടങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ പുറകോട്ടാക്കി തരാമെന്ന് പറഞ്ഞു. വേണ്ട, അത് ഓടാൻ തുടങ്ങുമ്പോൾ മതിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇയാൾ കുറച്ച് റഫായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുറകോട്ട് പോയി ബസ്സിൻ്റെ. അന്നേരം ഇയാളെൻ്റെ കൂടുതൽ പുറകിലേക്ക് വന്നു. എന്നിട്ട് അവിടുന്ന് കണ്ടക്ടർ ഉണ്ടായിരുന്നു, അവിടുന്ന് പ്രകോപനപരമായിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ഞാനൊന്നും പ്രതികരിക്കുന്നില്ലാതെ ആദ്യം മുന്നോട്ട് വരാൻ തുടങ്ങുമ്പോൾ ഇയാളുടെ കയ്യെ കയറി പിടിച്ചു. എന്നിട്ട് അയാളുടെ കയ്യിലെന്തോ ഒരു പഞ്ച് ചെയ്യുന്ന പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ മുഖത്തിൻ്റെ ഒക്കെ ഇടിച്ചു, ഇവിടെയെല്ലാം ഇടിച്ചു. പിന്നെ ഇവിടെ വയനാട്ടിൽ നിന്നൊക്കെ ചോരയൊക്കെ വന്നു, മൂക്കിൽ നിന്നൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെയൊക്കെ ചോരയൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ അയാൾ ഭയങ്കരമായിട്ട് ആക്രമിച്ചായിരുന്നു. പിന്നെ വേഗം ആശുപത്രിയിൽ വന്നു. യാത്രക്കാരൊക്കെ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ട്രിപ്പെല്ലാം കട്ടായിപ്പോയി. ഞങ്ങൾ ഒരു ട്രിപ്പ് പോലും കട്ടാക്കാതെ കൊണ്ടു നടക്കുന്നതായി സർവീസ്. ഇപ്പോൾ പരിഹാരത്തിന് ഇങ്ങോട്ട് വന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ വഴിക്കുന്ന എത്തിയപ്പോൾ തല കറങ്ങുന്നു, ഛർദ്ദിക്കാനൊക്കെ വരുന്നു. അതെയോ ഒരു വല്ലാത്ത അവസ്ഥ. സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചതെന്നാണ് വിവരം. തലയ്ക്കും നെഞ്ചിനും പരിക്കേറ്റ പീറ്ററെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടാൻ എത്തിയപ്പോൾ ഡോക്ടറുടെ മുന്നിൽ വെച്ചും മർദ്ദിച്ചതായി പരാതിയുണ്ട്. സംഭവത്തിൽ പീറ്ററുടെ പരാതിയിൽ ഹോസ്റ്റർ പോലീസ് കേസെടുത്തു. ഇന്നലെ സാധാരണ പോലെ സർവീസ് നടത്തുകയായിരുന്ന നമ്മുടെ ബസ്സിലെ ഡ്രൈവറെ വളരെ അസൂക്ഷിതമായിട്ടും അപ്രതീക്ഷിതമായിട്ടും ഈ സ്വകാര്യ ബസ്സിൻ്റെ മുതലാളി വന്ന് ആക്രമിക്കാനുണ്ടായത്. യഥാർത്ഥത്തിൽ ഇതിന് വ്യക്തമായിട്ട് കാരണങ്ങളൊന്നുമില്ല. എന്താണ് ഇതിന് ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാകാനെന്ന് കാണുമെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നില്ല. ഈ സ്വകാര്യ ബസ്സിൻ്റെ സമയത്താണ് നമ്മൾ സർവീസ് നടന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആക്രമിച്ചത്. ഇതുവരെയായിട്ട് ഈ സ്വകാര്യ ബസ്സിൻ്റെ സമയത്ത് നമ്മൾ സർവീസ് നടത്തിയിട്ടില്ല. അപ്പോൾ അത് ആ രീതിയിലുള്ള പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ സ്വകാര്യ ബസ്സിൻ്റെ മുതലാളി നമ്മുടെ KSRTC ഡ്രൈവറെ ആക്രമിച്ചത്. നിലവിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിന് ബന്ധപ്പെട്ട ഇൻസ്പെക്ടർമാരെ നിയോഗിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ രാവിലെ പോയി പരാതി നൽകിയിട്ടുണ്ട്. അത് ഇതുവരെയായിട്ട് അറസ്റ്റായിട്ട് വിവരം കിട്ടിയിട്ടില്ല. എന്തായാലും അതുമായി മറ്റ് 1-2 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ശനിയാഴ്ച വൈകിട്ട് 7:30 സംഭവത്തെ തുടർന്ന് നീലേശ്വരം ബിരിക്കുളം വഴി പരപ്പയിലേക്കുള്ള അവസാന ബസ് സർവീസ് മുടങ്ങിയതോടെ യാത്രക്കാർ പെരുവഴിയിലായി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് KSRTC തൊഴിലാളികൾ പറഞ്ഞു. 24 മണിക്കൂറിനകം വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടിയാലോചിച്ചു, തൊഴിലാളി സംഘടനകൾ ഒന്നടങ്കം കൂടിയാലോചിച്ചുകൊണ്ട് പ്രത്യക്ഷ സമരപരിപാടികൾ പോവും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അവശ നിലയിലായ പീറ്റർ പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. ജില്ലാ ആശുപത്രിയിൽ കയറി അതിക്രമം നടത്തിയതിന് ഡോക്ടറുടെ പരാതിയിൽ ഹോസ്റ്റർ പോലീസ് ബസ്സുടമയുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.